അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈ നിറയെ പണം വേണോ എങ്കിൽ ഈ പറയുന്ന ദിക്ർ പതിവാക്കിയാൽ മതി. നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നില്ല, പണം കയ്യിൽ വരുന്നില്ല, ഏത് തുടങ്ങിയതൊക്കെ നഷ്ടത്തിലാണ്, ഒന്നും ശരിയായി വരുന്നില്ല, ഒരു ബിസിനസ്സും ക്ലച്ച് പിടിക്കുന്നില്ല, പല പദ്ധതികളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പലതും തുടങ്ങി നോക്കിയിട്ടുണ്ട്, ഒന്നും എവിടെയും എത്തുന്നില്ല. അതുപോലെ മകളെ കെട്ടിക്കാനായിട്ടുണ്ട്, ഒരു പുതിയാപ്പിളയും ശരിയാവുന്നില്ല. പല സംരംഭങ്ങളിലേക്കും മക്കളൊക്കെ നല്ല വിദ്യാസമ്പന്നരാണ്, പക്ഷേ ഒരു വിജയത്തിലേക്ക് നല്ലൊരു ബിസിനസ്സിൻ്റെ വഴിയോ പഠനത്തിൻ്റെ ജോലിയുടെ വഴിയോ തുറക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ വളരെ 100% എഫക്റ്റീവായ നല്ല ഒരു ദിക്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൃത്യമായി നിങ്ങളത് കേട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ നിങ്ങളത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിന് കൃത്യമായ സമയത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ സമയവും ആ ദിക്ർ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം, പോകുന്ന സമയം, വരുന്ന സമയം, കടയിലോ ഷോപ്പിലോ മറ്റൊക്കെ ഇരിക്കുന്ന സമയം, നമ്മുടെ വായ ഫ്രീ ആകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ദിക്ർ പതിവാക്കിക്കൊണ്ടേയിരിക്കുക. ഭൗതികമായ ലോകത്ത് ഇവിടെ നമുക്കും ഗുണമുണ്ട്, പാരത്രിക ലോകത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്തും അവർക്ക് ഈ ദിക്ർ പതിവാക്കിയാൽ വിജയമുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ച ദിക്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ദുനിയാവിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും, പുരോഗതി ഉണ്ടാകും, എല്ലാ വിഷയങ്ങളും ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെ ഭംഗിയിലും വിജയത്തിലുമായി കിട്ടും. ആഖിറത്തിൽ നമ്മൾ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ഒരു ദിക്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വർഷങ്ങളായി അത് ചൊല്ലി വരുന്ന ആളുകളൊക്കെ നല്ല പോസിറ്റീവ് റിപ്പോർട്ടുകൾ പറഞ്ഞ് കമൻറ്റ് എഴുതി അറിയിച്ചവരൊക്കെ ഉണ്ട്. വിളിച്ച് പറഞ്ഞവരുണ്ട്, ഉസ്താദെ ആ സ്വലാത്ത് നിങ്ങൾ പറഞ്ഞത് മുതൽ ഞാൻ പതിവാക്കിയിട്ടുണ്ട്, അതിൽ വലിയ മാറ്റം, വേദന മാറിയിട്ടുണ്ട്, അതുപോലെ കച്ചവടം ശരിയായിട്ടുണ്ട്, കച്ചവടം കൂടിയിട്ടുണ്ട്, ഇങ്ങനെ പലതും വിളിച്ച് അറിയിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മളിത് പതിവാക്കണം. ഒരു ദിവസം 2 ദിവസം ചൊല്ലി മതിയാക്കിയാലൊന്നും അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല. എപ്പോഴും നമ്മൾ ചൊല്ലണം. ഏതാണ് ദിക്ർ? ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് നമ്മൾ ഈ വോയിസ് നിന്ന് കേട്ടിട്ട് അങ്ങനെ തന്നെ കേട്ട് പഠിക്കുക. കേട്ടെല്ലാവർക്കും പഠിക്കാൻ കഴിയും. നോക്കിയിട്ടറിയാത്തവർക്കും കേട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും സുഗമമാകും കേട്ട് പഠിക്കാൻ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത്. അത് കേട്ട് പഠിച്ച് നമ്മളെ നാവ്, വായ ഫ്രീ ആകുന്ന സമയത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാഹ് കാണും. അത് പതിവാക്കണം. കുറേ അങ്ങ് ചൊല്ലി, മാസങ്ങളോളം ചൊല്ലി ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അള്ളാഹു അനുഗ്രഹിക്കും.